അല്ലെങ്കിൽ ഇതിന് ജോലി സാധ്യത എന്താണ്, അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് പറഞ്ഞിരുന്നു. പക്ഷെ വളരെ സന്തോഷകരമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ PSC യോഗ തീരുമാനം ഡിസംബർ 15, 2025 ചേർന്ന PSC യോഗ തീരുമാനം അനുസരിച്ച് നമ്മുടെ LD ടൈപ്പിസ്റ്റ് വിജ്ഞാപനം വരാൻ പോവാണ് അല്ലെ. ഒരുപാട് കോൺട്രവേഴ്സ്യൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു. ഇനി LD ടൈപ്പിസ്റ്റ് വിജ്ഞാപനം വരുമോ, അല്ലെങ്കിൽ ഇതിന് ജോലി സാധ്യത എന്താണ്, അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് പറഞ്ഞിരുന്നു. പക്ഷെ വളരെ സന്തോഷകരമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്. ഡിസംബർ 15 ചേർന്ന PSC യോഗ തീരുമാനം അനുസരിച്ച് LD ക്ലർക്ക്, ബിവറേജസ് കോർപ്പറേഷൻ, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ, LD ടൈപ്പിസ്റ്റ് വിവിധ വകുപ്പുകൾ ഉൾപ്പെടെ താഴെ പറയുന്ന 56 തസ്തികകളിലേക്കാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പോകുന്നത് അല്ലെ. അപ്പോ വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണിത്. ഇനി ഈ LD ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടിയാൽ ജോലി കിട്ടും, ഇതിന്റെ ഇതുവരെയുള്ള നിയമന സാധ്യത അല്ലെങ്കിൽ ഇതിന്റെ അഡ്വൈസ് സ്റ്റാറ്റസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ത്രൂ ഔട്ട് കാണുക കേട്ടോ. പ്രത്യേകിച്ച് ആദ്യമായിട്ട് LD ടൈപ്പിസ്റ്റ് പോലൊരു പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണണം. നോക്കിക്കേ, ഇതുവരെയാണ് LD ടൈപ്പിസ്റ്റിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് പോയിരിക്കുന്നത്. ജില്ലാ തലത്തിൽ ട്രിവാൻഡ്രം ജില്ലയിൽ 112, കൊല്ലം 50, പത്തനംതിട്ട 22, ആലപ്പുഴ 58, കോട്ടയം 57, ഇടുക്കി 52, എറണാകുളം 90, തൃശൂർ 57, പാലക്കാട് 57, കോഴിക്കോട് 58, മലപ്പുറം 49, വയനാട് 26, കണ്ണൂർ 52, കാസർഗോഡ് 25. ഇതാണ് എല്ലാ ജില്ലകളുടെയും LD ടൈപ്പിസ്റ്റ് നിയമന നില. ഈ ഇൻഫർമേഷൻ വളരെ ക്രൂഷ്യൽ ആണ് അല്ലെ. നമുക്ക് ഏത് ജില്ല വെക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ചില ജില്ലകളുടെ നിയമനം കാണുമ്പോൾ അയ്യോ ഇത്രയും നടന്നോളോ എന്ന് ചിന്തിക്കുന്നവരോട് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 2027 വരെയാണ് ഇതിന്റെ കാലാവധി. സോ ഡെഫിനറ്റ്ലി 2025 ആയിട്ടേ ഉള്ളൂ. ഏകദേശം 1.5 വർഷം ആകുന്നേ ഉള്ളൂ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട്. ഉറപ്പായും ഈ റാങ്ക് ലിസ്റ്റിൽ നല്ല രീതിയിൽ എല്ലാ ജില്ലകളിലേക്കും നിയമനം നടക്കും. ഇനി എന്താണ് LD ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മളൊരു PSC പരീക്ഷ എഴുതുമ്പോൾ സാധാരണ ഒരു LD ക്ലർക്ക് പരീക്ഷ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിഗ്രി തലത്തിലുള്ള പരീക്ഷ ആയിക്കോട്ടെ, ഇവിടെ നമ്മൾ മത്സരിക്കുന്നത് ആരുമായിട്ടാണ്? നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഉള്ളവർ മാത്രമായിട്ടാണ്. സോ ആ ഒരു കൗണ്ട് എന്ന് പറയുന്നത് വളരെ വളരെ കുറയും. അതൊരു ജില്ലാ തലത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കുറയും. അതായത് മത്സരം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. മത്സരം കുറയുമ്പോൾ കൃത്യമായി പഠിച്ചെഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി സാധ്യത വളരെയധികം കൂടുതലാണ്. എന്താണ് LD ടൈപ്പിസ്റ്റിന്റെ യോഗ്യത എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, 10ാം ക്ലാസ്, അതുപോലെ മലയാളം, ഇംഗ്ലീഷ് എന്നീ ക്വാളിഫിക്കേഷൻ, ടൈപ്പിംഗ് ക്വാളിഫിക്കേഷൻ KGTE ആണ് യോഗ്യത എന്ന് പറയുന്നത്. സോ ഈ യോഗ്യത ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം? LD ടൈപ്പിസ്റ്റ് എക്സാമിന് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. LD ടൈപ്പിസ്റ്റ് എക്സാമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നതിന്റെ സിലബസ് തന്നെയാണ്. സിലബസ് നമുക്കറിയാം, 20 മാർക്ക് ഇംഗ്ലീഷ്, 20 മാർക്ക് മലയാളം, 40 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്, പിന്നെയുള്ള 20 മാർക്ക് മാത്രമാണ് GK. മാത്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഇല്ല. എന്തുകൊണ്ടാണ് മാത്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഇല്ല എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, LD ടൈപ്പിസ്റ്റ് എക്സാമിന് എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് PSC എക്സാംസിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള 2 കാരണങ്ങളിൽ ഒന്ന് GKയും ഒന്ന് മാത്സും ആണ്. അപ്പോൾ ഈ 2 കാരണങ്ങൾ ഇവിടെ വളരെ കുറവാണ്. മാത്സ് ഇല്ല, GK 20 മാർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി 40 മാർക്ക് നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു ഭാഗമാണ്. കൃത്യമായിട്ടൊന്ന് റിവൈസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ്. ഇനി അതോടൊപ്പം തന്നെയുള്ള ഇംഗ്ലീഷും മലയാളവും, ടൈപ്പിസ്റ്റിന് ഇംഗ്ലീഷും മലയാളവും 20 മാർക്ക് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. LD ടൈപ്പിസ്റ്റ് പരീക്ഷയിൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ആദ്യ റാങ്കുകൾ ഉൾപ്പെടെ 1ാം റാങ്ക് ഉൾപ്പെടെയുള്ള റാങ്കുകൾ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ള ടീമാണ് നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടീം. നമ്മുടെ ലോങ് ബാച്ച് റണ്ണിംഗ് ആണ്. അതോടൊപ്പം തന്നെ LD ടൈപ്പിസ്റ്റിന് ഇപ്പോൾ ഈ ഒരു അവസരം കണ്ട് പഠിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി വരുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്കായിട്ടുള്ള ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 8590202323 കോൺടാക്ട് ചെയ്യുക. മറക്കണ്ട, ഈ പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ നിയമന സാധ്യത തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റു പ്രത്യേകത, നമുക്കറിയാം 10th ലെവൽ എക്സാംസും 12th ലെവൽ എക്സാംസ് ആയാലും ഡിഗ്രി ലെവൽ എക്സാംസ് ആയാലും 2 ടയറിലായിട്ടാണ് പരീക്ഷ നടക്കുക. പ്രിലിമിനറി എക്സാം ഉണ്ടാവും, മെയിൻ എക്സാം ഉണ്ടാവും. എന്നാൽ LD ടൈപ്പിസ്റ്റിലേക്ക് വരുമ്പോൾ പ്രിലിമിനറി എക്സാം ഇല്ല, ഒറ്റ എക്സാമേ ഉള്ളൂ. ഈ ഒരു എക്സാം മാത്രമാണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി പഠിച്ചാൽ കിട്ടുന്ന ഒരു പരീക്ഷയാണ്. ഇതിന്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് നന്നായിട്ട് തന്നെ പഠിച്ച്
മുന്നോട്ട് പോകുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ബാച്ചസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പിലൂടെ റെക്കോർഡഡ് ക്ലാസ്സസ്, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, മോക്ക് എക്സാംസ്, മോഡൽ എക്സാംസ്, അങ്ങനെയെല്ലാം നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളുടെ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ, അതായത് നിങ്ങൾ ജോലി ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങളുടെ പഠനം വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കോഴ്സസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.